ഒരിക്കൽ ചതിച്ചവരിലേക്ക് തിരിച്ചു പോരും. പറയുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് പറയാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഒരിക്കൽ ചതിച്ചവരിലേക്ക് നിങ്ങൾ തിരിച്ചു പോകരുത്. ജീവിതം തന്നെ പോകുന്നേ നമുക്ക് പലപ്പോഴും പറ്റിപ്പോകുന്ന ഒരു അബദ്ധമാണ്. നമ്മുടെ ലൈഫ് വെച്ച് കളിച്ച മനുഷ്യരിലേക്ക് ഒരു ഉളുപ്പുമില്ല നമ്മൾ തിരിച്ചു പോകും. രണ്ടാമതൊരു ചിന്തയും കാണില്ല. നമ്മുടെ ലൈഫ് മറ്റൊരു ഡയമെൻഷനിൽ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴേക്കായിരിക്കും ഈ പോയവർ മടങ്ങി വരിക. മടങ്ങി വരുമ്പോൾ നമുക്ക് ചാഞ്ചാട്ടം തുടങ്ങും. വന്നിട്ട് ഇവർ നമ്മളോട് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പിന്നെയും ചാഞ്ചാട്ടം അങ്ങ് കൂടും. നമ്മൾ പിന്നെയും ചെന്ന് ചാടി കൊടുക്കും. പിന്നെയും അവർ പറ്റിക്കും. നമ്മളിരുന്ന് കരയും. നിങ്ങൾ ആ വേറൊരു ഡയമെൻഷനിലേക്ക് തിരിച്ചു പിടിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ ലൈഫിന്റെ ഒരു കണ്ടീഷനില്ലേ, നിങ്ങൾ നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്തുണ്ടാക്കിയെടുത്ത നിങ്ങളുടെ ആ സമയത്തെ ഒരു അല്ലെങ്കിൽ ആ സമയത്തെ ഒരു സ്ഥിരത അത് പോയില്ലേ. അതോടെ സ്ട്രെസ്സായി, കരച്ചിലായി, നെഞ്ചത്തടിയായി, നിലവിളിയായി, പിന്നെയും ശാപവാക്കുകളായി, ഫുൾ നെഗറ്റീവ്. പോസിറ്റീവായിട്ടുള്ള ഒന്നുമില്ല. ഒരിക്കൽ നിങ്ങളെ ഒരാൾ ചതിച്ചു എന്ന് നിങ്ങൾക്ക് അത്രയും ധാരണയുണ്ടെങ്കിൽ അയാൾ പിന്നെയും ചതിക്കും. അയാൾ പിന്നെ നല്ല കുട്ടിയായി നിങ്ങളുടെ കൂടെ വന്ന്, അപ്പം നിങ്ങൾ പലരും ചോദിക്കും, അപ്പൊ നമുക്ക് ഒരു മനുഷ്യനല്ലേ തെറ്റുപറ്റില്ലേ, അപ്പൊ ഒന്ന് ക്ഷമിച്ചു കൊടുക്കണ്ടേ, ഒരു വട്ടം ക്ഷമിച്ചു കൊടുക്കണ്ടേ. ഈ ക്ഷമിച്ചു കൊടുക്കലൊക്കെ നിങ്ങളുടെ ഇന്റൻസിറ്റി അനുസരിച്ചാണ്. നിങ്ങൾക്കുണ്ടായ അനുഭവം ഉണ്ടല്ലോ, നിങ്ങളെ ചതിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയ ഇന്റൻസിറ്റി, നിങ്ങൾക്ക് പണി